പറയടാടോ. പെങ്ങള് പൊക്ക് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. താൻ കൊറേ നേരമായല്ലോ എന്റെ പിന്നാലെ കൂടിയിട്ട്. തനിക്കൊക്കെ രണ്ട് കിട്ടാഞ്ഞിട്ടാ. നല്ല മണിക്കൊത്ത പെണ്ണ് വീട്ടിലുണ്ടല്ലോ സാറേ, അതിനെ നോക്കിയാ പോരെ? അനിതയ്ക്ക് സുഖം തന്നെയല്ലേ? ഇനി അനിതേനെ നോക്കി സൂചിപ്പിക്കാൻ വരണ്ട സാറേ. കൊറേ നേരായി ഇയാൾ എന്റെ പിന്നാലെ കൂടിയിട്ട്. നാണല്ലോ സാറേ. ഓ നാണത്തിലൊക്കെ ഇരിക്കുന്നു. നമുക്ക് കാര്യം ഇവിടെ നടന്നു. വാടി. ഓരോന്നൊക്കെ കുറ്റിയും പറിച്ച് വന്നു. എന്താ സാറേ പ്രശ്നം? ഏയ് പൊക്കിന് താഴെ കീറി ചുരിദാറും കാലും എന്തോ ഇട്ടോണ്ട് വന്നിട്ട് നമ്മളെന്തോ കീറിയ പോലെ. കളരുത് സാറേ, രണ്ടെണ്ണം കിട്ടിന്ന് വരും. 100 നോക്കിയാൽ 2 വീഴുള്ളൂ. ആ ഇവന് വിവരുണ്ട്. ദവായിട്ട് ഇതൊക്കെ ശരിക്കും പോണില്ലേ? പോണില്ലേന്നാ, പോണത് കണ്ട സാറിന് കൊതി വരും. ഇവരെന്താ എന്തിനാ കത്തപ്പോ തന്നെ മുഖത്ത് പറ്റി? ഒന്നുമില്ല. എത്ര നാളായില്ലടാ നമ്മള് മിലിറ്ററി അടിച്ചിട്ട്. താങ്കളെ പരിചയപ്പെടാൻ സാധിച്ചത് ഞങ്ങളുടെ മുൻജന്മ സുഹൃതം എന്താ പറയാ. നിങ്ങളെ പരിചയപ്പെട്ടതല്ലേ എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഈ ചാത്തപ്പനെ പോലുള്ള ചാത്തപ്പനല്ല ചേട്ടാ, കാത്തപ്പൻ. അതെന്തേലും ആട്ടെ, അതിനകത്ത് അപ്പനുണ്ടല്ലോ. ഈ അപ്പനെ പോലുള്ള ഒരു ഗുണ്ടയെ പരിചയപ്പെടാൻ പറ്റിയതാണ് എന്റെ ഭാഗ്യം. അയ്യവൻ ഗുണ്ടൊന്നുമല്ല. തന്നെ തന്നെ ആ ഗുണ്ടാണ്. ചേട്ടനെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവനോട് ചോദിച്ചോ കേട്ടാ. ഫോട്ടോ കിട്ടുമ്പോ ഇതുപോലൊക്കെ കാണണം. അത് റൈറ്റ്. ചേട്ടൻ ഒന്നുകൂടി ഒഴിക്കണം. അയ്യോ വേണ്ട, സുലുവിന് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളത്തില്ലെന്നാ അവള് പറയുന്നത്. പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങത്തേ ഉള്ളെന്ന്. പിന്നെ ഏട്ടാ അനിയത്തിക്ക് ജോലി വല്ലതും ഉണ്ടോ? പിന്നെ വലിയ സാമൂഹ്യ പരിഷ്കർത്താവല്ലേ. ഓ മനസ്സിലായില്ല. അതെ, ഈ പാവപ്പെട്ട ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ ചോറൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഏതോ ഒരു സംഘടനയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ മറ്റോ ആണ്. ഓ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ചേട്ടാ ഇങ്ങനെ അവശരായ ആൾക്കാരെ സഹായിക്കാൻ. അത് ഞങ്ങളുടെ ആവശ്യം ഒന്ന് മാറട്ടെ. ഇവനോടൊക്കെ ഒരു 100 പ്രാവശ്യം പറഞ്ഞതാ എന്തേലും ബിസിനസ് ചെയ്യാമെന്ന്. ആ പിന്നെ ഭ്രാന്താണ്. എന്ത് ബിസിനസ് ചെയ്യാനാണ്? അതിന്റെ കയ്യിൽ കാശ് വേണ്ടേ? ലുലുമാള് കണ്ട അയാള് യൂസഫ് അലി എല്ലാം ഒത്തു വന്നിട്ടും കയ്യിൽ കോടി വെച്ചിട്ടല്ല ബിസിനസ് തുടങ്ങിയത്. നമ്മുടെ മയിൽ വാഹനം കുഞ്ഞാപ്പി മുതലാളിയില്ലേ, ഒറ്റ ബസ്സിൽ തുടങ്ങിയ ആളാ. ഇപ്പോ എന്താണ് മുപ്പന്റെ വളർച്ച. ബിസിനസ് തുടങ്ങാൻ എനിക്കും താല്പര്യമുണ്ട്. പക്ഷെ എന്ത് ബിസിനസ് തുടങ്ങും? നിങ്ങൾക്ക് ഞാനൊരു പെട്ടിലാമ്പട്ടറ എടുത്തു തരട്ടെ? പെട്ടിലാമ്പട്ടെ? ആ പെട്ടിലാമ്പട്ടറ. നിങ്ങൾ ചെറിയ പിള്ളേരല്ലേ, ബിസിനസ്സിൽ പച്ച പിടിച്ചാൽ എല്ലാവരും രക്ഷപ്പെട്ടു. അല്ല എന്താണ് ഈ പെട്ടിലാമ്പട്ര? അയ്യോ അതറിയത്തില്ലേ? ഈ സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടുവരുന്ന ചെറിയ ഓട്ടോറിക്ഷ. ഓ ആപ്പേ. ആപ്പേ അതിപ്പോ, പണ്ട് പെട്ടിലാമ്പട്ട. ആ എന്തായാലും ഇപ്പൊ എടുത്തിട്ട് എന്ത് ചെയ്യാനാട്ടാ? അച്ചാറിടാം. എണീറ്റ് പോടാ അവിടുന്ന്. നമ്മുടെ വീടിന്റെ അവിടെ സൗണ്ട് കേൾക്കണേ, എന്തോ പ്രശ്നം. എടാ കാസപ്പാ, ന്റെ വീടിന്റെ മുന്നിലാണല്ലോടാ ഒരു ആൾക്കൂട്ടോ. നല്ല ആണുങ്ങളെ കുഴപ്പമില്ല. എന്താ പ്രശ്നം? ചേട്ടന്റെ വീട്ടിൽ കള്ളം കേറി. കള്ളനാ ഈ 10 മണിക്കാ? അത് ഭയങ്കര കള്ളനാണല്ലോ. ചേട്ടനില്ലേ ഇവിടെ? പുള്ളിക്ക് നൈറ്റ് ഡ്യൂട്ടിയാ. ഇവിടെ സ്ഥിരമായിട്ടൊരു കള്ളനുള്ളതാ അല്ലേടി? ഉച്ചേന്റെ ഡ്യൂട്ടി എടുക്കാൻ വന്ന ആരെങ്കിലും ആയിരിക്കും. എടാ വായ്മൊളിച്ച് നോക്കിക്കണ്ട് പാടാല്ലേ കള്ളം കള്ളന്റെ പാട്ടിന്. ഇവന്മാരിത് എന്ത് കാണിക്കാൻ പോണേണ്? എന്താണ് ചേച്ചി പ്രശ്നം? ഞാനേ മോളെ ഉറക്കിട്ടേ മൂത്രം ഒഴിക്കാൻ ഇറങ്ങിയതാ. അപ്പൊ ആ വാഴത്തോപ്പിൽ ആരോ പതുങ്ങുന്നു. ചേച്ചിയാണോ ആദ്യം കൊണ്ട്? ഞാനാണ് ആദ്യം കണ്ടത്. എന്റെ ബലമായ സംശയം ഇത് നുഴഞ്ഞുകയറ്റമാണെന്നാണ്. ഞാൻ അതിർത്തിയിലുള്ള സമയത്തായിരുന്നെങ്കിൽ ഇവനെ വെടിവെക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ വെടിവെച്ചേനെ. ഇവിടെ വെച്ച വിവരം അറിയും. എവിടാ വീട്? നീ എന്തോ പുറത്താട്ട് പാടാം. നീ രാത്രിയും പകലും ഇല്ലാതെ ചന്ദനം തൊട്ടുണ്ട് പർശന സുഖത്തിന് ഇറങ്ങിയേക്കണത്. ഇവൻ ഒറ്റ ഒരുത്തൻ കാരണം ചന്ദ്രത്തിന്റെ വില ഇടിയും. ഈ പെണ്ണുമ്പോൾ സ്വസ്ഥമായിട്ട് ജീവിക്കാനും സമ്മതിക്കില്ലേ? പിന്നെ കുളിക്കത്തില്ലേലും തോർത്തുള്ളൂ. ഇവിടൊന്നും ആരും കാണുന്നില്ലല്ലോ. വന്നല്ല. ആ ഞാനിപ്പോ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയതേ ഉള്ളൂ. അത് ചിലപ്പോ ശരിയായിരിക്കും. ഇവിടെ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പോയ ആളിപ്പോ വീട്ടിലെത്തിയിട്ടുണ്ടാവളേ സാറേ.
വാടാ കാത്തപ്പ സാറ് വന്നില്ലേ ഇനി സാറ് നോക്കിക്കോളൂ നല്ലതുള്ളായിരുന്നു ബാക്കിയുള്ള അടിച്ചു വാ മോളെ, നമുക്ക് ആടാ ഇന്നിപ്പോ നടക്കുന്നു തോന്നല്ല. എല്ലാരും പോയിക്കോട്ടെ, എല്ലാരും പോയിക്കോ, പോലീസ് ഇടപെട്ടുണ്ട്. ചേച്ചി പോകാം. നീ ഇതെങ്ങാട്ടാണ് വല്ല നീ വീട്ടിൽ പോടാ. എടാ സ്വാമി, ഓ നിന്റെ പാപ്പന് എന്തൊരു പൈസ തന്നില്ലടാ? വന്നിട്ടില്ലടാ, വരുമ്പോ തരാം. സുഗുണേട്ടാ ഇരി. നോക്കട്ടെ. ഓ അമ്മേ, സുഗുണൻ ചേട്ടൻ നമ്മുടെ സ്വാമിയുടെ പാപ്പന്റെ വീട്ടിൽ വാടക വന്നാണ്. പട്ടാളക്കാരനാണ് ട്ടാ. എവിടെയാണ് മോന്റെ വീട്? ഇളംകുന്നപ്പുഴ. ആ മോനോട് ഇരിക്കട്ടെ, ഞാൻ ഇന്ന് മീനൊന്ന് വെട്ടിയെടുക്കട്ടെ. ആ, ഇന്ന് ചെമ്മീൻ കമ്പനി പോയില്ലേ? അത് വെള്ളം ഓടിക്കാൻ വേണ്ടിട്ടല്ലേ? ഏതായാലും വന്ന സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. ഞാനൊരു പെട്ടിലാമ്പട്ടറ കണ്ടുവച്ചിട്ടുണ്ട്. എൻ്റെ ഒരു പരിചയക്കാരൻ്റെയാ. അവനും മീൻ കച്ചവടമായിരുന്നു. അവനിപ്പോ ഗൾഫിലേക്ക് പോകാൻ ഒരു വിസ കിട്ടി. വേണമെങ്കിൽ നമുക്കത് നോക്കാം. നമുക്ക് നോക്കാം സൂണേട്ടാ. എടുത്തിട്ട് ഇപ്പൊ എന്ത് ബിസിനസ് ചെയ്യും? മീൻ കച്ചവടം. മീൻ ഇറക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷെ കച്ചവടം ചെയ്യുന്ന കാര്യം അത് നിങ്ങൾ നോക്കിക്കോണം. ദൈവമേ, യുവമാർ ഇവിടെ ഇരുന്നാണ് വെള്ളടി. ഇന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് അങ്ങനെ ചെയ്യാൻ സുഖം. ആ, എടാ സ്വാമി, രാവിലെ തന്നെ അമ്പലത്തിൽ പോയി വന്ന് എന്റെ കുറിമായി വെച്ചിട്ട് ഇവിടെ വന്നിരിക്കാനുള്ള കള്ള. കള്ളച്ചോറ് ഇന്ന് അവന്റെ കുടലും പണ്ടവും പൊട്ടിത്തെറിക്കാറായി. അപ്പൊ ഇതിന്റെ അകത്ത് ബോംബും വെടികൊണ്ടേ ആയിരിക്കൂലേ? അത് ഇന്ന് രാവിലെ ഞാൻ എക്സർസൈസ് ചെയ്യില്ല, അതാണ്. ചെയ്തെങ്കിൽ ഇപ്പൊ ചീക്ക വയറ് കുറഞ്ഞേന്. സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷം ഈ കൈ കൊണ്ട് ഞാൻ തോക്കെടുത്തിട്ടില്ല. നീ എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. സാധനം വല്ലതുണ്ട കയ്യില്? അത് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്നാ വീട്ടിലോട്ടൊന്ന് പോട്ടെ. സ്വയം കിടന്ന് കത്തുന്നുണ്ടാവും. എന്നാ പിന്നെ വേഗം വിട്ടു. സോയത്തിൽ കുറച്ച് വെള്ളം കുറിച്ചു. വൈകിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാൻ സുഖനേട്ടാ. മോൻ പോയണാ? ആ, അയ്യോ, ആദ്യമായിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ പോലും തരാൻ പറ്റിയില്ല. അത് സാരമില്ല. മോനെ, മോനെങ്കിലും പറഞ്ഞു ഇവനെ കൊണ്ടൊന്ന് കെട്ടിക്ക്. ദേ തല വരെ നരച്ച്. ഒന്ന് കെട്ടിയതിന്റെ ദുഃഖം സുഗുണേട്ടൻ അറിയാം. അമ്മ ഒന്ന് പോയമ്മേ. ഇവനിതെങ്ങനെ മനസ്സിലായി? ഒളിപ്പിച്ച് വെച്ചേക്കല്ലോ. എന്താണ് ശശിയായില്ലേ? പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കൊച്ചുമായി നിന്നെ ഞാൻ കണ്ടപ്പോ കാമദേവൻ പോലീസ് ഗേറ്റിന് കാലുണ്ടല്ലോടെ. ഇത് ലിസ്റ്റിലില്ലാത്തതാണല്ലോ. സ്വാമി പണിക്കൊന്നും പോയില്ലടാ? ആദ്യം വലിയ മെച്ചൊന്നുമില്ല സാറേ. ഒന്ന് നിങ്ങളുടെ ചെമ്മീൻ കെട്ടിലെ വെള്ളടിണ്ടല്ലോ, അത് നിർത്തിക്കൊള്ളട്ടാ. ഞാനൊന്ന് വിളിച്ചു പറഞ്ഞാൽ എല്ലാരെയും വന്ന് പൊക്കി കൊണ്ടുപോകും. ഒന്ന് പോകും സാറേ, ഞങ്ങൾ വിളിച്ചാലും വരും പോലീസൊക്കെ. ചിലരൊക്കെ പൊക്കുകയും ചെയ്യും. കാലമൊക്കെ മാറി സാറേ. പിന്നെ ഞങ്ങളെ പൊക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോ 2 അടിയുള്ളൂ വയ്ക്കും. ഞങ്ങൾക്ക് വാങ്ങി വലിയില്ല, പിണങ്ങി പോകാൻ ഭാര്യമില്ല. ചെല്ലു 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 പോടാ. ചേട്ടൻ ഷർട്ട് കിട്ടി നിന്നൂടെ? റോഡിലൂടെ പെണ്ണുങ്ങളൊക്കെ പോണതല്ലേ. ആ ഓൾഡ് നേരെ വെളുത്ത ഗേറ്റ് തൂങ്ങി നിന്നോളും. ആ, മതി മതി മതി. നിർത്ത നിർത്ത. എടാ കിടു, ഇറങ്ങടാ ഇറങ്ങടാ. തുറക്കാൻ പറ്റണില്ലെന്ന്. എന്താ ഹലോ രാമേട്ടാ, ഞങ്ങളിവിടെ എത്തി. ആ ആ, കണ്ടു കണ്ടു. ആ, ഓക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ ആ പിള്ളേര്. ഇത് രാമേട്ടൻ, എൻ്റെ ഒരു ചേട്ടനാണ്. ഇത് കാത്തപ്പൻ, അത് പ്രഗണി, അത് സ്വാമി, ഇത് കിടു. കടുവോ? കടുവല്ല, കിടു. ആ, എല്ലാരും പേരിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. എനിക്കും ഇതൊക്കെ തന്നെ അറിയത്തുള്ളൂ. മീനെടുത്തു തരാം, ഞാൻ തരകിലെ ജോലിക്കാരനാണ്. പക്ഷെ അടുത്ത തവണ വരുമ്പം കൃത്യമായിട്ട് കാശ് കൊടുക്കണം. അത് തരാൻ ചേട്ടാ. എങ്ങനെ ചെയ്യാനാ പ്ലാൻ? തട്ടിടാനും ഫീൽഡിൽ പോകാനുമാണ് പ്ലാൻ. ഇവര് 4 പേരുണ്ടല്ലോ. ആ, ഇപ്പോഴത്തെ ചെറുപ്പക്കാര് ദുരഭിമാനം വെടിഞ്ഞ് ഇതിന് ഇറങ്ങിയത് തന്നെ വലിയ കാര്യമാ. കാശ് കിട്ടണം. കാശൊക്കെ കിട്ടും, അത് നോക്കി പിടിച്ചെടുക്കുന്നതിലാ കാര്യം. എന്നാണെന്ന് വെച്ചാ വിളിച്ചിട്ട് പോ.
എല്ലാം ശരിയായി ബാ ബാം. ആ എല്ലാവരും ഉണ്ടല്ലോ, വല്ല കേസ് ഒപ്പിച്ച ദേ കേസിന്റെ കാര്യമാണെങ്കിൽ എന്നെ നോക്കണ്ട, ഞാൻ ഇടപെടില്ല. അതല്ലേ രമേശ് സാറേ, ഞങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾ ഈ പെയിന്റിംഗ് പണി നിർത്തിയോ? നിർത്തിയിട്ടില്ല, ഇത് ക്ലച്ച് പിടിച്ചില്ല, അത് തന്നെ രക്ഷ. ഇരിക്കടാ, ഞാനിപ്പോ എന്ത് വേണം? ചേട്ടന് പ്രൊമോഷനായി AC ആയിട്ട്. എല്ലാവരും എടുക്ക്. നല്ല സമയത്ത് ഞാനിവിടെ വന്നത്. ചെലവൊന്നും പോരട്ടാ. ഞങ്ങളുടെ പുതിയ സംരംഭം സാറൊന്ന് ഉദ്ഘാടനം ചെയ്യണം. ഞാനോ? ഏയ് അതൊന്നും ശരിയാവില്ല. നിങ്ങൾ വേറെ ആരെങ്കിലും നോക്ക്. അങ്ങനെ പറയല്ല സാറ്, ഞങ്ങൾക്കറിയാവുന്ന ഏറ്റവും വലിയ സാറാണ്. പോരാത്തിന് പേസയുമായി. എന്താ ബിസിനസ്? മീൻ കച്ചവടം. മീൻ കച്ചവടാ? അയ്യേ, അത് ഞാനെങ്ങനെ ഉദ്ഘാടനം ചെയ്യാനാ? ദിവസം 2 നേരം കഴിക്കണ സാധനമല്ലേ സാറേ. സാറേ ഞങ്ങളുടെ മീൻ വണ്ടി ഒന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത് തന്നായി. ഫ്ലാഗോ? അത് കൊള്ളാലോ. നമ്മുടെ നാട്ടിലെ പെമ്പിള്ളേരൊക്കെ ഉണ്ടാവില്ലേ? പിന്നെ അവരെല്ലാം നമ്മളെ മെയിൻ കസ്റ്റമേഴ്സ്. ആണോ? എന്ന് നമുക്ക് പൊളിക്കാം.